ഇരിക്കും മോനെ. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ വേഗം പോയി ഒരു കോഫി എടുത്തോണ്ട് വരാം. ചേച്ചി ഇരുന്നോളൂ. ആ, കുഴപ്പമില്ല. ഒരു മരുമകൻ വരുമ്പോ വീട്ടിൽ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ അതിനൊന്നും പറ്റിയതല്ല. ദയവ് ചെയ്ത് ഞങ്ങളോടൊന്നും തോന്നരുത്. എനിക്ക് അങ്ങനത്തെ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല ചേച്ചി. അങ്ങനെ പറയുന്നത് നിന്റെ നല്ല മനസ്സ്. പക്ഷെ ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അവന് എല്ലാ കാര്യവും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അവൾ എന്നെ അത്ര സ്നേഹിക്കുന്നുണ്ട്. ചേച്ചി വെറുതെ വിഷമിക്കണ്ട. എന്തായാലും വിഷമമില്ലാതിരിക്കില്ലല്ലോ. ഇന്ന് അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ടും 3 ദിവസം ഇനി വരില്ലാത്തതുകൊണ്ടോ നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പറ്റിയത്. ഞങ്ങളുടെ വിധി അങ്ങനെയായിപ്പോയി. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. കോഫി എടുത്തോളൂ. ഇരിക്കാവനെ. കുഴപ്പമില്ല ഏട്ടാ. അതല്ല, എന്നോടെന്തോ സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ കല്യാണം നടന്നത് പ്രതീക്ഷിക്കാത്ത സമയത്തല്ലേ? ശ്രീകറിന്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അവനി പറഞ്ഞിരുന്നു. എല്ലാം ആലോചിച്ച് തന്നെ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടാളുടെയും ആദ്യരാത്രിയുടെ ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയാ ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞു. അതങ്ങനെയല്ലേ ചേച്ചി? അത് അവനോട് ഞാൻ സംസാരിച്ചിരുന്നു. അവൾക്ക് സമ്മതമാണ്. നീ അവനെ കുറിച്ചൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. അവളുടെ ചേച്ചിയും അമ്മയും ഒക്കെ ഞാനാ. അതുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ രാത്രി ഇവിടെ കഴിയണം. നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് സംസാരിക്കേ. ഞാൻ പോയി സൗമ്യ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരാം. സൗമ്യ, വാ മോളെ. ബൈ ചെറിയച്ച. ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ബൈ. ശരി, നീ വാ. ആവനി, ആവനി. മുല്ലപ്പൂവൊക്കെ ചൂടി നമ്മുടെ ആദ്യരാത്രി ആഘോഷിക്കേണ്ടെന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാൻ ചോദിച്ചപ്പോ നാണിച്ചു പോയല്ലേ? അതും പോരാഞ്ഞ് വീട്ടിലുള്ളവര് നമ്മൾ അംഗീകരിക്കുന്നത് വരെ, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്നത് വരെ ഒക്കെ ക്യാൻസൽ എന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് ഇപ്പൊ എങ്ങനെ സമ്മതിച്ചേ? പറയൂ മാഡം. എനിക്കെന്റെ വാക്ക് പാലിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നത് വരെ ഞാൻ കാത്തിരിക്കാന്ന് കരുതിയതാ. ചേച്ചിയോട് ഞാനത് കുറെ പറഞ്ഞു നോക്കിയതാ. പക്ഷേ ചേച്ചി പറഞ്ഞത് കേട്ടപ്പോ മനസ്സും തീരുമാനവും ഒക്കെ മാറ്റേണ്ടി വന്നു.
ഉറച്ച മനസ്സിലൊരു പെൺകുട്ടിയെ ഇത്രയും സോഫ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിൽ എന്തോ ഒരു മാജിക് ഉണ്ടായിട്ടല്ലേ? എന്താ പറഞ്ഞ അവനി? നോക്കാവനി, 2 കെട്ട് കെട്ടിയ താലി അഴിഞ്ഞു പോകുന്ന ഓർത്തല്ല, അതിൽ 4 കെട്ട് കെട്ടിയ കൂടി പോകുന്ന ഓർത്തല്ല. 3 കെട്ടിലെ ഓരോ കെട്ടിനും ഓരോ അർത്ഥമുണ്ട് എന്ന് കരുതി താലി ഒരിക്കലും ജീവിതത്തിൽ ഒരു ബന്ധനമായിട്ട് നമുക്ക് തോന്നരുത്. മനസ്സുകൾ ചേരുന്ന പോലെ മനുഷ്യരും തമ്മിൽ ചേരണം. അപ്പോഴേ ഹൃദയങ്ങളുടെ പ്രണയം ശക്തിയുള്ളതാകൂ. ആ ബന്ധം തുടങ്ങുന്നത് ആദിരാത്രിയിൽ നിന്ന്. ഞാൻ പറയുന്ന മനസ്സിലാക്കാവനി. കല്യാണം കഴിഞ്ഞതിന് ശേഷം നടക്കേണ്ട കാര്യക്രമങ്ങൾ നിബന്ധനകളാക്കുന്നതിനേക്കാൾ ഒരു പെൺകുട്ടി ഭർത്താവിന്റെ സാമീപ്യം ആഗ്രഹിക്കുമ്പോൾ ഏത് പെൺകുട്ടിയും സമ്മതിച്ചു പോവില്ലേട്ടാ. പിന്നെ നിങ്ങൾ എന്തു പറയുന്നു? നിന്റെ ചേച്ചി വളരെ കൺവിൻസിംഗ് ആയിട്ടാ പറഞ്ഞു. താങ്ക് യു. ചേച്ചി രാത്രി മതിയെന്ന് പറഞ്ഞതേട്ടാ, ഇപ്പൊ അല്ല. അവനി നിക്ക്. നിനക്ക് കൊണ്ടുവന്ന ആലോചനകളാണ്. ആരെങ്കിലും ഇഷ്ടപ്പെട്ട പെണ്ണ് കാണലും അത് കഴിഞ്ഞ് വിവാഹവും നടത്താം. ഞങ്ങളുടെ മുഖത്തേക്കല്ല, ആദ്യം ഫോട്ടോസ് നോക്ക്. നീ എത്ര തപസ് ചെയ്താലും ശ്രീകർ നിന്റേതാവില്ല. അതുകൊണ്ട് അവനോട് തോന്നിയ ഇഷ്ടത്തെ മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സമയമായെന്ന് കരുതിക്കോ. നോക്കുമോളെ, ഞങ്ങൾ നിന്റെ നല്ലതിന് വേണ്ടി തന്നെയാ പറയുന്നത്. മോള് പറയുന്ന കേക്ക്, ഒന്ന് വിശ്വസിക്ക്. നടക്കുവാണെങ്കിൽ ശ്രീകരേട്ടനോട്ടുള്ള കല്യാണം, അല്ലെങ്കിൽ ഞാൻ ചാവും. പറയുന്നത് മനസ്സിലാവുന്നില്ല നിനക്ക്? നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവാത്ത എനിക്ക് ശ്രീകരേട്ടനെ ഇഷ്ടമെന്ന് അറിഞ്ഞിട്ടും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ജാതകം നോക്കണം. ഈ വിവാഹം നടക്കില്ല. ജാതകം ചേരുന്ന ഒരു പെൺകുട്ടിയുമായി ശ്രീകറിന്റെ വിവാഹം നടക്കും. അപ്പൊ നീ എന്തു ചെയ്യും? ഈ ജന്മം വിവാഹം കഴിക്കാതിരിക്കും. വലിയ കുട്ടിയായി നീ കുട്ടികളെ പോലെ ശാഠ്യം പിടിക്കരുത്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഘട്ടമാണ് ഈ പോകുന്നത്. ഒരു നല്ല തീരുമാനം എടുക്കേണ്ടത് നീയാണ്. എന്താ നീ ആലോചിക്കുന്നേ? എന്റെ ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള മികച്ച തീരുമാനം ഞാൻ തന്നെ എടുക്കണമെന്നല്ലേ പറഞ്ഞത്? എന്നാൽ ഞാൻ എന്റെ തീരുമാനം പറയാം, കേട്ടോളൂ. ശ്രീകരേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ.
അതുവരെയെങ്കിലും വെയിറ്റ് ചെയ്തോട്ടെ. കാവ്യ പറഞ്ഞത് തികച്ചും ന്യായമാണ്. അവളുടെ തീരുമാനം വളരെ മെച്ചുവേർഡാണ്. അവളുടെ തീരുമാനത്തില് നിനക്കെന്താ കാര്യം? നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജാതകം ചേരുന്ന പെൺകുട്ടി വന്നാൽ ഓക്കെ. ഇല്ലെങ്കിൽ കാവ്യയെ തന്നെ കല്യാണം കഴിച്ചാലോ? കാവ്യയുടെ തലവരെ അറിയില്ലല്ലോ. ശ്രീകരേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചോളാം. എന്റെ ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. നിക്ക്. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്ന കുട്ടിയുമായിട്ടേ ശ്രീകരന്റെ വിവാഹം നടക്കൂ. നിങ്ങൾ എന്തു പറഞ്ഞാലും എന്റെ മകളെ അവൻ കല്യാണം കഴിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടമ്മേ. നിങ്ങൾ വന്നേ. നല്ലതിന് വേണ്ടി ചെയ്യുമ്പോ മനസ്സിലാക്കാത്തതെന്താ? നന്മ തിരിച്ചറിയാൻ സമയമെടുക്കും വേദവതി. നമ്മൾ പറയുന്നത് പുറത്തുള്ളവർക്ക് മനസ്സിലാവുന്നത് പോലെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ വൈകുന്നത് കാരണം എന്റെ വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണെന്ന് കരുതിയാൽ പോലും എന്റെ മകന്റെ കല്യാണം എന്റെ ജാതകത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയുമായിട്ടേ നടക്കൂ. നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വിപരീതമായി എന്തോ നടക്കുന്നുണ്ട്. ശ്രീകർ ആണെങ്കിൽ ഇപ്പോ വല്ലപ്പോഴും മാത്രമാ വീട്ടിലേക്ക് വരുന്നത്. നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഇത്രയും നേരമായിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സ് തുറന്നു പറ. ശ്രീകർ ചേട്ടനെ കല്യാണം കഴിക്കൂ എന്നും ഇല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നും നേർച്ച എടുത്തൊരു പെൺകുട്ടിയല്ലേ നീ? എന്നിട്ട് ശ്രീകർ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചോളാന്ന് അമ്മയോട് എന്തിനാടി പറഞ്ഞത് നീ? എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. നിനക്കെന്തായാലും അതിനുള്ള ബുദ്ധിയില്ല. പിന്നെ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? സമയമാകുമ്പോ പറയാച്ചാ. നിനക്കത് ഇപ്പൊ പറഞ്ഞ എന്താടി കുഴപ്പം? പറയുന്നുണ്ടോ ഇല്ലയോ? ലാവണ്യേച്ചി അങ്ങനെ പറയാൻ പറഞ്ഞു. ലാവണ്യോ? അതെ, ഞാൻ തന്നെ. കാവ്യയെ കൊണ്ട് ഞാൻ അങ്ങനെ പറയിപ്പിച്ചത്. എന്റെ കൺമുന്നിൽ ഇപ്പോൾ ശാഗിനിയുടെ സിസ്റ്ററാണോ നിൽക്കുന്നത്? ഈ തീരുമാനത്തിന്റെ പിന്നിലുള്ള ആ രഹസ്യം എന്തെന്നൊന്ന് പറയാവോ? അത്ര വലിയ രഹസ്യമൊന്നുമില്ല. ഭാവിയിൽ ഇത് ഉപകാരപ്പെട്ടാലോ? വലുതോ ചെറുതോ എന്നതല്ല, രഹസ്യം രഹസ്യം തന്നെയല്ലേ. പറ ലാവണ്യേ. യുദ്ധത്തിൽ ഒളിപ്പിച്ചു വെച്ച അസ്ത്രങ്ങളിൽ നിന്നും ഒരെണ്ണം എടുത്ത് പ്രയോഗിച്ചതുപോലുണ്ട്. പെട്ടെന്ന് പറ സിസ്റ്റർ. പുലിക്ക് വേട്ടയാടാനാ ഇഷ്ടം. രാഷ്ട്രീയ നേതാക്കൾക്ക് കസേരയോടാ ഇഷ്ടം. കയറി വരുന്ന പെൺകുട്ടിക്ക് ഭരണമാവും ഇഷ്ടം. ഞാൻ ഈ വീട്ടിലേക്ക് വന്ന ശേഷം ഭരണം കൈക്കലാക്കാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ജീവിതം രക്ഷപ്പെടുന്നില്ല. ഭർത്താവിന്റെ നിർലക്ഷ്യത്തിനും അമ്മയുടെ കൽപ്പനകൾക്കും ഇടയിൽ എന്റെ മനസ്സ് ഇടുങ്ങി പോകുന്നുണ്ട്. അമ്മ ആഗ്രഹിക്കുന്ന ആ ജാതകത്തിലുള്ള പെൺകുട്ടി ഈ ജന്മത്ത് വരില്ല. ശ്രീകർ എന്തായാലും കാവ്യയെ തന്നെ കല്യാണം കഴിക്കേണ്ടി വരും. അപ്പോ തീർച്ചയായും അധികാരം എന്റെ കയ്യിൽ വരും. പുറമേ കണ്ട ട്രഡീഷണൽ ആണെങ്കിലും നീ ശരിക്കും പടയപ്പയുടെ നീലാംബരിയാണ്. ഇതൊക്കെ വെറും ആഗ്രഹമല്ലാതെ നമ്മൾ ഈ പറയുന്നതൊക്കെ നടക്കുവോ? നീ വെറും നെഗറ്റീവായിട്ട് സംസാരിക്കല്ലേ. ചിലപ്പോ എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലോ? സോ സൈലന്റായി ഞാൻ പറയുന്നത് പോലെ ഫോളോ ചെയ്യണം. ഓക്കെ സിസ്റ്റർ, ഇന്നു മുതൽ നീയാണ് ഞങ്ങളുടെ ടീം ലീഡർ. ഇങ്ങനെ ഞങ്ങളെ ഇപ്പൊ അഭിനന്ദിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്തുണ്ടായിട്ടാ കരഘോഷം മുഴക്കുന്നേ?
ഒരുപാട് പേർക്ക് നന്മ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിനന്ദനം എന്നത് അപ്പൊ വളരെ ചെറുതാ. ആ, പതുങ്ങിയിരുന്നെല്ലാം കേട്ടല്ലേ? ചിലത് ഞാൻ കേൾക്കാൻ വേണ്ടി പറയും, ചിലത് കേൾക്കരുതെന്ന് കരുതി പറയും. പക്ഷേ രണ്ടും എന്റെ ചെവിയിലെത്തും. അത് അമ്മ, ലാവണ്യ എന്തോ തമാശയ്ക്ക് പറഞ്ഞതാ, അത് കാര്യാക്കണ്ട അമ്മ. നിന്റെ മകളിൽ വിഷം നിറയ്ക്കാൻ ശ്രമിക്കരുത്. അത് അവളുടെ ഭാവിക്ക് എത്ര ദോഷകരമായിരിക്കുമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മറ്റൊരു വീട്ടിലേക്ക് പോവേണ്ട പെൺകുട്ടിക്ക് ഒരുപാട് ധനമില്ലെങ്കിലും പ്രശ്നമില്ല മോളെ. എന്ന ഗുണമുണ്ടാവണം. അധികാരം എന്നത് ജോലിക്കാരോട് ആജ്ഞാപിക്കാനും വീരത്വം മറക്കാനും ബന്ധങ്ങളെ തകർക്കാനും മാത്രം ശക്തിയുള്ളതാണ് മോളെ. നന്മയുണ്ടെങ്കിലേ 10 പേർക്ക് നല്ലത് ചെയ്യാൻ നമുക്ക് തോന്നുകയുള്ളൂ. അധികാരങ്ങൾക്ക് അവസാനമുണ്ടാവും, എന്നാൽ നന്മ നമ്മുടെ മരണശേഷവും അതിജീവിക്കും. ജാതകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് എതിരഭിപ്രായമുണ്ടായിരിക്കാം. ആ ജാതകത്തിന്റെ പുണ്യം കൊണ്ടാ നമ്മളെല്ലാവരും അന്നപൂർണ ദേവിയുടെ ആശീർവാദത്തോടെ ആനന്ദത്തോടെ ജീവിക്കുന്നതെന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുത്. എന്റെ അതേ ജാതകത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് എന്റെ മകനുമായി വിവാഹം നടത്തി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി തന്നിരിക്കും. അതുകൊണ്ടാ രഹസ്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാതിലടച്ച് കുറ്റിയിടണം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്ലാസ് കേൾക്കേണ്ടി വരും. ശ്രീകറിന്റെ കാര്യത്തിൽ എനിക്കെന്തോ വല്ലാത്തൊരു സംശയം തോന്നുന്നുണ്ട്. നിന്റെ കല്യാണത്തിന് പോലും എനിക്ക് നിന്നെ ഒന്നും ഒരുക്കാൻ പറ്റിയില്ല. കുറഞ്ഞത് ഇന്നെങ്കിലും നിന്നെ ഞാനൊന്ന്